ചേക്കുട്ടി ഞാനൊരു പണി ഒപ്പിച്ചു. ഒരു വണ്ടി വാങ്ങി. അല്ല, ബുള്ളറ്റ്. നാട്ടിലല്ല, ഇവിടെ. പണി അതൊന്നല്ല, അതിനേക്കാളും വലിയൊരു പണിയുണ്ട്. അല്ല, എല്ലാം ഊരി ഡിസ്മാൻഡിൽ ചെയ്ത് കഷണമായിട്ട് കിടക്കുന്നു. അങ്ങനൊന്നല്ല, നമുക്കിപ്പോ വെറുതെ വാങ്ങാം, എന്നിട്ട് അവിടെ ഇരുന്നോട്ടെ. അതോ കുറച്ചു ദൂരെയാണ്. നമ്മുടെ ന്യൂ പ്ലിമത്തില്ലേ, ന്യൂ പ്ലിമത്തിന്നൊരു പിന്നെ 200 കിലോമീറ്റർ വേണം ബാങ്കനൂയി. എന്ത് ചെയ്യും? ലാൻഡ് റോവറില് ചാൻസ് കുറവാണ്. പാർട്സ് എന്ന് പറഞ്ഞാലേ അതിന്റെ ഷാസി ഒരു ഒറ്റ പീസായിട്ടും എൻജിൻ മാത്രം ഊരിയിട്ട് അങ്ങനെ ഇരിക്കണേ. ഇതിന്റെ അകത്ത് എന്തായാലും കൊള്ളില്ല, ചാൻസ് കുറവാ. ആരാലെന്റെ ചോദിച്ചോ, എന്നാ പോട്ടാലോ. 4 ദിവസത്തെ പരിപാടിയാണ്. എന്ത് ചെയ്യും? ലീവ് എടുക്കാം. അപ്പൊ അടുത്ത് റെഡി ആയിക്കോ. എന്തേലൊക്കെ ഡ്രസ്സൊക്കെ വാരി ഇട്ടിട്ട് പോവാ. അപ്പൊ നമ്മൾ പോവാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ റെഡി. പാസഞ്ചർ റെഡി അല്ലേ? വണ്ടി പോകണ്ടല്ലോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഉച്ചക്ക് 2 മണിയാണ് സമയം. You guys must be thinking why I'm not posting any more videos in our YouTube channel. There is a reason for it. We left India like 2.5 years ago. That was in July 2023. I got a job offer in New Zealand, in the city of Gisborne, and we had to make this decision, to quit sea and come here. ഡ്രൈവർ ഒരു ഉഷാറ് കമ്മിയാണല്ലോ, എന്ത് പറ്റി? അങ്ങനൊന്നുമില്ല. നമ്മുടെ ഡ്രൈവർ ന്യൂ പ്ലിമത്ത് വരെയുള്ള 600-650 കിലോമീറ്റർ തന്നെ ഓടിക്കാൻ നേരിട്ടുണ്ട്. നോ എന്നൊക്കെ പറയും, എന്നാലും ഓടിക്കും അല്ലേ? കമ്മിങ് ബാക്ക് ടു അവർ സ്റ്റോറി, നമ്മൾ 2.5 കൊല്ലം മുന്നേ ഇങ്ങനെ ഒരു ജോബ് ഓഫർ കിട്ടി ന്യൂസിലൻഡിലേക്ക് വന്നു. ഇപ്പോൾ ഗിസ്ബൺ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് താമസിക്കുന്നത് കഴിഞ്ഞൊരു 2.5 കൊല്ലമായി. സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഹൈഫൈ സിറ്റി ഒന്നുമല്ല, ഒരു ചെറിയ ടൗൺ, വലിയ ടൗൺ എന്നൊക്കെ പറയാം. ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശമില്ലാത്തൊരു വലിയ ടൗണാണ്. ഇന്ത്യയിലെ സെറ്റപ്പ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല, ഒരു ചെറിയ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആകെ 30,000 ആൾക്കാരാണ് താമസിക്കുന്നത്. അതുപോലെ വലിയ ഒരു ഹാപ്പനിങ് പ്ലേസ് ഒന്നുമല്ല, ഒരു ഓഫ് ബീറ്റ് റിട്ടയർമെൻറ്റ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇങ്ങനെ ജോലി കിട്ടി ഇവിടെ വന്ന് പെട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾസ് ഒന്നും അതായിട്ടുള്ള എക്സ്പോഷർ ഇപ്പോൾ തീരെ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതും വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതും. ഇവിടെ വന്ന് ഒരു ബുള്ളറ്റ് മേടിക്കണം എന്ന് വെച്ച് കുറേ അന്വേഷിച്ചു. ലൈക്ക് UK പോലെ അത്രയും ഒരു എമൗണ്ടിൽ ഇവിടെ വണ്ടികൾ അവൈലബിളും അല്ല, അത്ര റൈഡേഴ്സും ഇല്ല. കുറച്ചുണ്ട്, ചെറിയ രാജ്യവും ചെറിയ പോപ്പുലേഷൻ, അതിന് റിലേറ്റീവായിട്ടുള്ളൊരു എമൗണ്ട് ഓഫ് വണ്ടികളേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത്ര അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. 2 കൊല്ലമായിട്ട് ഞാൻ അന്വേഷിക്കുന്നു. ലൈക്ക് ഒരു 1.5 കൊല്ലം മുന്നേ ആണ് ഈ ബുള്ളറ്റ് കിട്ടാതെ നമ്മൾ ഈ ലാൻഡ് റോവർ സീരീസ് 2 ലാൻഡ് റോവർ പോയി മേടിച്ചത്. അത് ഇതിനോടുള്ള വലിയൊരു ക്രേസ് ഉണ്ടായിട്ടല്ല, ബുള്ളറ്റ് കിട്ടാത്തതുകൊണ്ട്
പിന്നെ നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് എന്ന് നോക്കിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡീൽ വന്നു. അങ്ങനെ അത് അന്ന് പോയി എടുത്തു. ബട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വർത്ത് ഇറ്റ്. നല്ലൊരു അടിപൊളി വണ്ടിയാണ്. അത് വെച്ചിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡ്രൈവിനൊക്കെ പോവും. ലൈക്ക് നല്ല അറ്റൻഷൻ കിട്ടുന്നൊരു വണ്ടിയാണ്. ലൈക്ക് ഇതെടുത്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈവൻ സായിപ്പന്മാരൊക്കെ നോക്കിയിട്ടോ ആരുടെ ഇവന്നൊരു അങ്ങനെ ഒരു നോട്ടമാണ് ഫുൾ. ഇന്നത്തെ നമ്മുടെ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് ക്രോസിങ് ദി എൻറ്റയർ ബ്രെഡ്ത്ത് ഓഫ് ന്യൂസിലൻഡ് നോർത്ത് ഐലൻഡ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈസ്റ്റ് കോസ്റ്റിലാണ്. അവിടെ നിന്ന് വെസ്റ്റ് കോസ്റ്റിലുള്ള ഒരു സിറ്റിയിലേക്കാണ് പോകുന്നത്. കംപ്ലീറ്റ്ലി ന്യൂസിലൻഡിനെ ബ്രെഡ്ത്ത് വൈസ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് നമ്മൾ ന്യൂ പ്ലിമത്ത് പോയി. അവിടെ നിന്ന് പിന്നെയും വിറ്റ്മോർ സൗത്ത് വാങ്കനൂയി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ നമ്മളെ മോട്ടോർ സൈക്കിൾ കിടക്കുന്നത്. അത് ഇവിടെ 2 കഷ്ണം 3 കഷ്ണമായി കിടക്കുന്ന വണ്ടി എങ്ങനെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യണമെന്നൊന്നും അറിയില്ല. താങ്കൾക്ക് വിറ്റമിൻ്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? പോടി. ഈ വെള്ളമാണോ നമ്മുടെ വിരാട് കോഹ്ലി കുടിക്കുന്നത്? അല്ല, എന്താ ഇന്നത്തെ പ്ലാൻ? നമ്മൾ റോഡ് ട്രൂവോ സ്റ്റേ ചെയ്യാണോ അതോ ആണോ? നീ ഓടിക്കും? സ്ട്രോങ്? അതാണ് ഇതിനേക്കാൾ വലുത്. എത്ര ദൂരം ഓടിച്ചിട്ടുണ്ടല്ലേ? അതാണ്. ഇത്രയും ദൂരം കേരളത്തിൽ ഓടിക്കുകയാണെങ്കിലോ ടാസ്ക് ആയിരിക്കും. കേരളത്തിൽ ഓടിക്കാം ചില സ്ഥലത്ത്. ബട്ട് പട്ടാമ്പി ടു കണ്ണൂരാണെങ്കിൽ നല്ല നടക്കാത്ത കാര്യമായിരിക്കും. എന്തായാലും നന്നായി വരുന്നുണ്ടല്ലോ റോഡ്. നമ്മുടെ നാഷണൽ ഹൈവേ കംപ്ലീറ്റ് പണിയൊക്കെ കഴിഞ്ഞാൽ സെറ്റ് ആവുമായിരിക്കും. ഇവിടെ ചെറിയ പോപ്പുലേഷനും കുറച്ച് വണ്ടികളും ഉള്ളതുകൊണ്ട് റോഡുകളുടെയൊക്കെ അവസ്ഥ കമ്പാരിറ്റീവ്ലി നല്ലതാണ്. നമ്മുടെ അവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ ആകെ കേരളത്തിൻ്റെ ഒരു 10% പോപ്പുലേഷനാണ് ഈ രാജ്യത്ത് മൊത്തമായിട്ടുള്ളത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കാരണമാണ് റോഡ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കാലാവസ്ഥയ്ക്കും അതിലൊരു പങ്കുണ്ട്. പിന്നെ ലൈക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ഫണ്ട് ഇത്രയും കുറച്ച് സ്ഥലമായതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ വർക്കിനൊക്കെ കിട്ടുന്ന കാണുമായിരിക്കും. എനിവേസ് റോഡ് നമ്മൾ കൊടുക്കുന്ന ടാക്സിനൊക്കെ ഉള്ളൊരു വർത്ത് ഉണ്ട് ഇവിടെ. മൊത്തത്തിൽ കുണ്ടും കുഴിയൊന്നും ചാടി അങ്ങനെ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐസൊലേഷനാണ്. നമ്മളിപ്പോൾ ഗിസ്ബണിൽ നിന്ന് ഞങ്ങൾക്ക് വേറെ ഏതൊരു ടൗണിലേക്ക് പോകണമെങ്കിൽ ഒരു 3 hours ഡ്രൈവ് ഉണ്ട്. അത് ഫുള്ള് ഈ കുന്നും മലയല്ലാതെ വേറെ ഒന്നുമില്ല. ലൈക്ക് വലിയ ടൗണുകളൊന്നും അതിനിടയ്ക്കില്ല. ഇപ്പോൾ താഴെ സൗത്തിലേക്ക് പോവുകയാണെങ്കിൽ നേപ്പിയർ ഉണ്ട്. നേപ്പിയർ 200 കിലോമീറ്റർ ഉണ്ട്. ആ നേപ്പിയർ എത്തുന്നതിൻ്റെ ഉള്ളിൽ ആകെ വൈറോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണാണുള്ളത്. ആകെ ഒരു 100 kilometers ഫർദർ പോയി കഴിഞ്ഞാൽ. അതുപോലെ നമുക്ക് നോർത്തിലേക്ക് ടൗറങ്ക എന്ന് പറഞ്ഞൊരു വലിയ സിറ്റി ഉണ്ട്. അവിടേക്ക് ഒരു 250-290 കിലോമീറ്റർ ഉണ്ട്. അതിനിടയ്ക്ക് ഇതുപോലെ ഫക്കത്താന എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗൺ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ന്യൂ പ്ലിമത്ത് സത്യം പറഞ്ഞാൽ റോട്ടോറുവ എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടുത്തെ. ആ ഒരു സ്പോട്ടാണ് ഇതിനകത്ത് ഈ പോകുന്ന വഴിക്ക് ആകെ ഒരു നല്ല ടൗൺ എന്ന് പറയാൻ. പിന്നെ എല്ലാം ഐസൊലേറ്റഡ് ആയിട്ട് ഇങ്ങനെ കുറേ ഫാംസും കുന്നും മലയും ആടും പശുവും അത് മാത്രമേ കാണൂ. ഈ ട്രിപ്പ് മൊത്തം അതായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം സെയിം ന്യൂ പ്ലിമത്തിലേക്ക് ഒരു ട്രിപ്പ് ഇതേപോലെ റൂട്ട് ട്രിപ്പ് പോയി വന്നതാണ്. ആ എക്സാക്ട് റൂട്ട് പിടിച്ചിട്ട് പ്രാവശ്യം പോകുന്നത്. വേറെ റൂട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഈ വഴിക്കേ പോകാൻ പറ്റൂ. പിന്നെ കറങ്ങി പോവുകയാണെങ്കിൽ ഫർദർ ഒരു 250 കിലോമീറ്റർ കൂടും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയി തിരിച്ച് വന്നപ്പോൾ അങ്ങനെയാണ് വന്നത്. ടോപ്പോ എന്ന് പറഞ്ഞൊരു വേറെ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ടോപ്പോടെ താഴെ ഒരു ലൈക്ക് സ്കീയിങ്, ഈ മഞ്ഞൊക്കെ പെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഈ വിൻഡോ ഗെയിംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാനായിട്ട് കഴിഞ്ഞ കൊല്ലം ഓൾമോസ്റ്റ് സെയിം ഓണത്തിൻ്റെ സമയത്ത് പോയിട്ട് നമ്മൾ വരുന്ന വഴിക്ക് 200-250 സംതിങ് കിലോമീറ്റർ കൂടി. ഇപ്രാവശ്യം എന്തായാലും അത്രയും കിലോമീറ്റർ കൂടിയിട്ടുള്ള യാത്ര ഇല്ല. ഓൾറെഡി കണ്ടില്ല, 750 കിലോമീറ്റർ ടോട്ടൽ നമുക്ക് വൺ സൈഡ് ഉണ്ട്. എനിവേസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരാണ്. ഇതൊരു 5-6 പാർട്സ് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ രാത്രി അവിടെ നൈറ്റ് കണ്ടിന്യൂസ് അറ്റ് സ്ട്രെച്ച് ഡ്രൈവ് ചെയ്തിട്ട് ഈ ന്യൂ പ്ലിമത്തിൽ പോയി സ്റ്റേ ചെയ്ത്
നെക്സ്റ്റ് ഡേ മോർണിംഗ് വാങ്ങനൂരിൽ പോയി മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. എന്താവുന്നൊന്നും അറിയില്ല, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എന്താണ് കണ്ടീഷൻ, ലൈക്ക് വണ്ടി ഷാസി ഒരു കോലും എൻജിൻ ഡിസ്മാൻഡിലായി കിടക്കുന്ന ഒരു ഫോട്ടോ മാത്രം കിട്ടിയിട്ട് വെച്ച് പിടിക്കുക. അത് എന്താണ്, എത്രത്തോളം ഒരു ലോജിക്കലായ ഒരു ഡിസിഷനാണെന്ന് അറിയില്ല. വണ്ടി കണ്ടു, അത് കണ്ട് പിന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങോട്ട് പോവുക. ഇനി ബാക്കി നമുക്ക് നേരിട്ട് കണ്ടറിയാം അല്ലേ. എനിവേസ്, കുറേ നാളിന് ശേഷം ലൈക്ക് ഇറ്റ് ഫീൽസ് റിയലി എക്സൈറ്റിംഗ് ടു കം ബാക്ക് വിത്ത് എ വീഡിയോ. I hope I can do something regularly from now on, but again it's really busy here. Life is whole lot busier now. I'm doing a lot of different things unlike before. ഒരു ദിവസം 24 മണിക്കൂറൊന്നും തികയുന്നില്ല. ഇറ്റ്സ് നോട്ട് സഫിഷ്യൻറ്റ് ടു ബി ഓണസ്റ്റ്. ഒരു 30-32 മണിക്കൂറുള്ള ദിവസങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയും ക്വിക്ക്ലി ടൈം പോയി. ഇപ്പോൾ ഇവിടെ വന്ന് ലൈക്ക് 2.5 years ആയി. 2.5 years എങ്ങനെ പോയി എന്ന് നമുക്കറിയില്ല, അത്രയും ഫാസ്റ്റായിരുന്നു. സോ എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ലൈക്ക് ഇൻ എ ക്രേസി സ്പീഡ് എന്ന് പറയാം. സോ അഗെയിൻ അടുത്ത വീഡിയോ, നാളത്തെ വീഡിയോ ആയിട്ട് I'll be back. Till then, goodbye. Thanks for watching.